ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ 10 വിമാന അപകടങ്ങളെ കുറിച്ചാണ്. ഈ ദുരന്തങ്ങൾ നമ്മൾ ദുഃഖിപ്പിക്കുകയും അതേസമയം വിമാനയാത്രയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് ബോധവൽമാരാക്കുകയും ചെയ്യുന്നു. മരണസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന ഈ അപകടത്തെക്കുറിച്ചും അവസാനം പറയുന്നു. ഒന്ന്, ടെനറീഫ് വിമാന ദുരന്തമാണ്. 1977 മാർച്ച് 27 സ്പെയിനിലെ ടെനറീഫ് വിമാനത്താവളത്തിൽ 2 ബോയിങ് വിമാനങ്ങൾ റൺവേയിൽ വെച്ച് കൂട്ടിയിടിച്ചത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു. KL ഫ്ലൈറ്റ് 4805 അതുപോലെ തന്നെ പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ് ഫ്ലൈറ്റ് 1736 ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. കനത്ത മൂടൽമഞ്ഞും ആശയവിനിമയത്തിലെ പിഴവുകളും കാരണമാണ് ഈ ദുരന്തം ഉണ്ടാകാൻ കാരണം. ഈ അപകടത്തിൽ 583 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വിമാനയാത്രയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണിത്. രണ്ടാമത് ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് ആണ്. 1985 ഓഗസ്റ്റ് 12 ജപ്പാനിൽ ഒരു ബോയിങ് വിമാനം തകർന്ന് വീണത് മറ്റൊരു വലിയ ദുരന്തമായിരുന്നു. ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് 123 ടോക്കിയോയിൽ നിന്ന് ഒസാക്കയിലേക്ക് പോവുകയായിരുന്നു. വിമാനം പറന്നുയർന്നു കുറച്ചു സമയത്തിന് ശേഷം പിൻഭാഗത്തെ പ്രസർ ബൾക്ക് ഹെഡിൽ ഒരു തകരാറ് സംഭവിച്ചു. ഇത് വിമാനത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒടുവിൽ ഒരു മലയിൽ ഇടിച്ച് തകരുകയും ചെയ്തു. ഈ അപകടത്തിൽ 520 പേര് മരിച്ചു. ഒരൊറ്റ വിമാനം തകർന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇത്. മൂന്നാമതായി ചർക്കി ദാദ്രി ആകാശ പൂട്ടിയിടിയാണ്. 1996 നവംബർ 12 ഇന്ത്യയിലെ ചർക്കി ദാദ്രിക്ക് സമീപം ആകാശത്ത് 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ച് അവിശ്വസനീയമായ ഒരു ദുരന്തമായിരുന്നു ഇത്. സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ബോയിങ്ങും അതേമാതിരി കസാഖിസ്ഥാൻ എയർലൈൻസിന്റെ ഇല്യൂഷൻ 276 ആയിരുന്നു കൂട്ടിയിടിച്ചത്. ലാൻഡിങ്ങിനായുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിലെ ആശയക്കുഴപ്പവും തിരക്കേറിയ വ്യോമാപാതയും ഇതിന് കാരണമായി. ഈ ദുരന്തത്തിന് 349 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. നാലാമതായി തുർക്കീസ് എയർലൈൻസ് ഫ്ലൈറ്റ് ആണ്. 1974 മാർച്ച് 3 ഫ്രാൻസിൽ തുർക്കീസ് എയർലൈൻസിന്റെ മക്ഡൊണാൾഡ് ഡോംഗിൾസ് DC-10 വിമാനം തകർന്നു വീണത് സാങ്കേതിക തകരാറ് മൂലമായിരുന്നു. ലഗേജ് ഡോറിലെ ഒരു പ്രശ്നം കാരണം വിമാനം പറന്നുയർന്നു ഉടൻ അത് തുറക്കുകയും വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ അപകടത്തിൽ 346 പേര് മരിച്ചു. ഈ ദുരന്തം വിമാനങ്ങളുടെ രൂപകൽപ്പനയിലും സുരക്ഷാ മാനദണ്ഡങ്ങളിലും വലിയ മാറ്റങ്ങൾ കാരണമായി. 5 ഇന്ത്യൻ ഫ്ലൈറ്റ് ആണ്. 1985 ജൂൺ 23 എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം അയർലാൻഡ് തീരത്ത് വെച്ച് ബോംബ് സ്ഫോടനത്തെ തുടർന്ന് തകർന്നു വീണത് ഒരു ഭീകരാക്രമണമായിരുന്നു. കാനഡയിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിൽ യാത്രക്കാരുടെ ലഗേജിൽ ഒളിപ്പിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ഈ ദുരന്തത്തിൽ 329 പേരായിരുന്നു മരിച്ചത്. ഈ സംഭവം വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാൻ കാരണമായി. ആറാമതായി സൗദി എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ആണ്. 1980 ഓഗസ്റ്റ് 19 സൗദി അറേബ്യയിലെ റിയാദിൽ സൗദി എയർലൈൻസിന്റെ 1011 3 സ്റ്റാർ വിമാനം തീപിടുത്തത്തെ തുടർന്ന് എമർജൻസി ലാൻഡിംഗ് നടത്തി. എന്നാൽ ലാൻഡ് ചെയ്ത ശേഷം യാത്രക്കാരുടെ പുറത്തിറക്കാൻ വൈകിയത് കാരണം 301 പേര് മരിച്ചു. വിമാനത്തിലെ തീ നിയന്ത്രിക്കുന്നതിലെയും രക്ഷാപ്രവർത്തനത്തിലെയും പാളിച്ചകളാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായത്. ഏഴാമതായി മലേഷ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ആണ്. 2014 ജൂലൈ 17 കിഴക്കൻ യുക്രൈനിൽ വെച്ച് മലേഷ്യൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനം മിസൈൽ ആക്രമണത്തിൽ തകർന്നു വീണത് ലോകമെമ്പാടുമുള്ളവരെ ദുഃഖത്തിലായിത്തീരുന്നു. ആംസ്റ്റർഡാമിൽ നിന്ന് ക്വാലാലംപൂരിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിൽ 298 പേരായിരുന്നു ഉണ്ടായിരുന്നത്. രാഷ്ട്രീയപരമായ കാരണങ്ങൾ നടന്ന ഈ ദുരന്തം വിമാനയാത്രയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർത്തി. എട്ടാമതായി വരുന്നത് ഇറാൻ എയർ ഫ്ലൈറ്റ് ആണ്. 1988 ജൂലൈ 3 പേർഷ്യൻ ഗൾഫിൽ വെച്ച് A-13 വിമാനം US നാവികസേനയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. ദുബായിലേക്ക് പോകുകയായിരുന്ന ഈ യാത്രാ വിമാനം ഒരു യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് US നാവികസേന വെടിവെച്ചത്. ഈ ദാരുണ സംഭവത്തിൽ 290 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒമ്പതാമതായി വരുന്നത് അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് ആണ്. 1979 മെയ് 25 ചിക്കാഗോയിൽ നിന്ന് പറന്നുയർന്ന മക്ഡൊണാൾഡ് ഡോംഗിൾസ് DC-10 വിമാനം തകർന്നു വീണത് ഒരു സാങ്കേതിക തകരാറ് മൂലമായിരുന്നു. വിമാനം പറന്നുയർന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു എഞ്ചിൻ വേർപെട്ടു പോവുകയും വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയുമായിരുന്നു ഉണ്ടായത്. ഈ അപകടത്തിൽ 273 പേരായിരുന്നു മരിച്ചത്. പത്താമതായി വരുന്നത് പാൻ ആം ഫ്ലൈറ്റ് ആണ്. 1988 ഡിസംബർ 21 സ്കോട്ട്ലാൻഡിലെ ലോക്കർബിക് മുകളിൽ വെച്ച് പാൻ അമേരിക്കൻ വേൾഡ് എയർവേസിന്റെ ബോയിങ് വിമാനത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിൽ ഭീകരർ ഒളിപ്പിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ഈ ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായ 259 പേരും നിലത്തുണ്ടായിരുന്ന 11 പേരുമടക്കം 270 പേരായിരുന്നു മരിച്ചത്. ഈ 10 വിമാന അപകടങ്ങൾ ലോകത്തിലെ കണ്ണീരാറ്റിയ ദുരന്തങ്ങളാണ്. ഓരോ അപകടവും നിരവധി വിലപ്പെട്ട ജീവനുകളാണ് അപഹരിച്ചത്. ഇന്ത്യ നടുക്ക് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു വലിയ വിമാന ദുരന്തം നടന്നിരിക്കുകയാണ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ഗട്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീലൈനർ A171 വിമാനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പറന്നുയർന്ന് മിനിറ്റുകൾക്കകം തകരുകയായിരുന്നു. വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം വിമാനത്തിൽ 242 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ മുഴുവൻ ആളുകളും മരണം അടങ്ങിയിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരണം വരുന്നത്. അഹമ്മദാബാദിലെ മേഘാനി നഗരിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് വിമാനം തകർന്നു വീണിട്ടുള്ളത്. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും ജീവനക്കാരും മരിച്ചതായിട്ട് പ്രാഥമിക വിവരം ലഭിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും രഞ്ജിത R നായർ എന്ന മലയാളിയും ഉൾപ്പെടുന്നു. വിമാനം പറന്നുയർന്നതിന് ശേഷം മെയ്ഡേ സന്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനം ആദ്യം BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മെസ്സിലും പിന്നീട് അതുല്യ ഹോസ്റ്റലിലും ഇടിച്ചാണ് തകർന്നു വീണതെന്ന് റിപ്പോർട്ടുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും.